ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ പാലം കിടന്നിട്ട് പോകണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈ റേഞ്ചിന്റെ വാതിൽ കിടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടുക്കിക്ക് മൂന്നാർക്കൊന്നല്ല ട്രിപ്പ്. ഇത് നമുക്ക് വൺ ഡേ ട്രിപ്പൊക്കെ പോയിട്ട് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് മാമലക്കണ്ടം എന്ന് പറയും. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഏത് ഹോം സ്റ്റേ എടുത്താലും അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഒരു സ്ഥലത്തോട്ട് അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു. ബൈക്കാണെങ്കിൽ കുറച്ചുകൂടി കയറി പോകും. സ്കൂട്ടർ അതിനോട് ഇത്തിരി പാടിട്ട് അങ്ങനെ നമ്മൾ ചെന്നത് മൺകുടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു. അവിടെ നമുക്കൊരു സുഹൃത്തിന് കിട്ടി. അതാണ് വേണ്ട. അതിനെക്കുറിച്ച് പറയുന്ന നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ പുഴ ഒഴുകി പോണതാണ്, ഈ അരുവി ഒഴുകി പോണതാണ് അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇത് കലക്കനാണ്. ഇവിടെ ഈ വെള്ളം നല്ല ഐസും വെള്ളം പോലെ ഇരിക്കും. നമുക്കവിടെ കുളിക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷേ എല്ലായിടത്തും പോയി ഇറങ്ങരുത്. കുറേ പേര് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്നിടത്ത് മാത്രം ഇറങ്ങാം, അല്ലാത്തടത്ത് ഇറങ്ങരുത്. സേഫായിട്ട് സ്ഥലത്ത് മാത്രമേ ഇറങ്ങാവൂ. അത് കഴിഞ്ഞ് പിന്നെ മാമലക്കണ്ടത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു വൺ ഡേ ഒക്കെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് പോണ വഴിയിൽ ആന ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതിരപ്പള്ളിയൊക്കെ അടുത്തെടുക്കണം, നമുക്ക് എന്താന. എന്നാലും അങ്ങനത്തെ വഴിയല്ല, അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ പോലത്തെ വഴിയല്ല, കുഞ്ഞു വഴിയായിരുന്നു. കുറച്ച് സൂക്ഷിച്ചു പോകണം. താങ്ക് യു ഓൾ.